നമസ്കാരം. നമ്മുടെ ഏവരുടെയും വീടുകളിൽ വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ, പൂക്കൾ എന്നിവ ഉണ്ടാകുന്നതാണ്. ഭാഗ്യം വർദ്ധിക്കുവാനും മനസൗഖ്യം വർദ്ധിക്കുവാനും ഇവയിൽ പലതും നമ്മെ സഹായിക്കുന്നു എന്നതും വാസ്തവമാണ്. ഇതിൽ പൂക്കളുള്ള സസ്യങ്ങൾ പ്രത്യേകിച്ചും ഏവർക്കും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഇവയിൽ ചിലത് വളരെയേറെ പോസിറ്റീവായ ഊർജം ഉള്ളവയാകുന്നു. അത്തരത്തിൽ ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ചിലർക്ക് ഈ പുഷ്പം കാണുമ്പോൾ തന്നെ ഒരു പുതിയ ഉണർവ് അനുഭവപ്പെടുന്നതാകുന്നു. വീടുകളിൽ അതിനാൽ ഇവ വളർത്തുന്നത് തന്നെ ഭാഗ്യമാണ് എന്ന് പറയാം. വീടുകളിൽ വളർത്തുമ്പോൾ ചില തെറ്റുകൾ നാം ചെയ്യുവാൻ പാടുള്ളതല്ല. അത് അതീവ ദോഷകരമായി മാറും. ശംഖുപുഷ്പത്തോടെ ചെയ്യാൻ പാടില്ലാത്തതായ ആ തെറ്റുകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ശംഖുപുഷ്പം വീടുകളിൽ വളരുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ശിവപ്രീതി വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ആയുസ്, ആരോഗ്യം എന്നിവ വർദ്ധിക്കുന്നതിന് സഹായകരം തന്നെയാണ് ശിവപ്രീതി. അതിനാൽ തന്നെ ആ വീടുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കാം. അതേപോലെ തന്നെ ശാസ്താപ്രീതിക്കും ഏറ്റവും ഉത്തമമാണ് ശംഖുപുഷ്പം. വീടുകളിൽ വളരുന്നത് ശാസ്താപ്രീതിയുടെ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം. അതിനാൽ തന്നെ കലഹങ്ങൾ മുൻപത്തെ അപേക്ഷിച്ച് കുറയുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഉയർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ദേവീപ്രീതിയെയും സൂചിപ്പിക്കുന്നു എന്ന പ്രധാനപ്പെട്ടതായ കാര്യവും നാം ഓർക്കേണ്ടതാണ്. ദേവീ കടാക്ഷത്താൽ ആ വീടുകളിൽ സർവൈശ്വര്യത്തിന് തുല്യമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം എന്ന് തന്നെ അർത്ഥമാക്കാം. അതേപോലെ തന്നെ വീടുകളിൽ ഗണേശപ്രീതി വരുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ കണക്കാക്കാം. തടസ്സങ്ങൾ ഒഴിയുകയും ആ വീടുകളിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്തെയും സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ശംഖുപുഷ്പം വിടരുന്നതിലൂടെ സ്വാമിയുടെ കടാക്ഷവും ആ വീടുകളിലുണ്ട് എന്ന് തന്നെ പറയാം. വിടരുക എന്ന് പറയുമ്പോൾ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിന്റെ സൂചന തന്നെയാകുന്നു. ആരോഗ്യം, ശക്തി തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ശ്രീകൃഷ്ണ പ്രീതിയെയും സൂചിപ്പിക്കുന്നു എന്ന പ്രധാനപ്പെട്ടതായ കാര്യവും നാം ഓർക്കേണ്ടതാണ്. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ തേടി വരാവുന്നതാണ്. അതിനാൽ തന്നെ ശംഖുപുഷ്പം വീടുകളിൽ വളരുന്നത് ശുഭകരമാകുന്നു. എല്ലാ തരത്തിലും സർവഗുണ ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ് ഈ പുഷ്പം. അതിനാൽ തന്നെ ഇവ വീടുകളിൽ വളരുക മാത്രമല്ല നാം ചെയ്യേണ്ടത്, അവയെ പരിപാലിക്കുകൂടി ചെയ്യേണ്ടതാകുന്നു. പരിപാലിക്കുകൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. വളരെയേറെ ശുഭകരം തന്നെയാകുന്നു എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചില തെറ്റുകൾ നാം ചെയ്യുവാൻ പാടുള്ളതല്ല. ആ തെറ്റുകൾ ചെയ്യുകയാണ് എങ്കിൽ അത് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. ഇനി അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. പലരും വീടുകളിൽ ശംഖുപുഷ്പം വളർത്തുമ്പോൾ ചിലർ കന്നിമൂലയിലാണ് വളർത്തുക. ഇത്തരത്തിൽ ആരെങ്കിലും കന്നിമൂലയിൽ മാത്രമായി വളർത്തുന്നുണ്ട് എങ്കിൽ അത് വളരെയേറെ ദോഷകരമാണ് എന്ന് പറയാം. കിഴക്ക്, വടക്ക് എന്നീ ദിശകളിൽ ഒരു മൂടെങ്കിലും വളർത്തുകയാണ് എങ്കിൽ മറ്റ് ദിശകളിൽ നിങ്ങൾക്ക് വളർത്താം. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. എന്നാൽ കന്നിമൂലയിൽ മാത്രം വളർത്തുകയാണ് എങ്കിൽ അത് ദോഷമാണ് എന്ന് പറയാം. അതിനാൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വലിയ രീതിയിലുള്ള ദോഷഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഒരിക്കലും ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഇരട്ട സംഖ്യയിൽ വളർത്തുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വീടുകളിൽ ഇരട്ട സംഖ്യയിലാണ് ഉള്ളത് എങ്കിൽ ഒരു ശംഖുപുഷ്പം കൂടി നട്ടു വളർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇരട്ട സംഖ്യ ദോഷകരമാകുന്നു. ഒറ്റ സംഖ്യയാണ് കൂടുതൽ ഗുണകരമായത് എന്ന കാര്യം ഓർക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെയാണ് ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇരട്ട സംഖ്യയിലാണ് പൂക്കൾ വിരിയുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് വിശ്വാസം. കാരണം
ഒറ്റ സംഖ്യയിൽ പൂക്കൾ വിരിയുന്നതാണ് ഏറ്റവും വിശേഷം. അതിനാൽ തന്നെ ഇരട്ട സംഖ്യയിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അല്പം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും അമിതമായ ശ്രദ്ധ തന്നെ വച്ച് പുലർത്തണം എന്ന് പറയാം. എന്നാൽ മുള്ളുള്ള ചെടികൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതിൻ്റെ തൊട്ടടുത്തായി തന്നെ ശംഖുപുഷ്പം വളരുന്നത് അത്ര ശുഭകരമല്ല, പാടില്ല എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് വലിയ ദോഷം നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഐശ്വര്യത്തെ ബാധിക്കുന്നതായ ഒരു കാര്യം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ മുള്ളുള്ള ചെടിയുടെ അടുത്ത് ഒരിക്കലും ശംഖുപുഷ്പം വളർത്തരുത് എന്ന പ്രധാനപ്പെട്ടതായ കാര്യം നിങ്ങൾ ഓർക്കുക. അതിനാൽ ആ മുള്ളുള്ള ചെടി ഒഴിവാക്കുകയാണ് ഏറ്റവും ശുഭകരം, അഭികാമ്യം എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. കൂടാതെ നാം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, പലരും അഴുക്ക് ജലം ഒഴുകി വരുന്ന ഭാഗത്തായോ അല്ലെങ്കിൽ അഴുക്ക് ജലം ഒഴുകി വരുന്ന ഇടത്ത് പലപ്പോഴും ശംഖുപുഷ്പം വളർത്തുന്നതാകുന്നു. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം. ഈ ചെടി പ്രത്യേകിച്ചും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതും അതേപോലെ പോസിറ്റീവായ ഊർജം നാൾക്കുനാൾ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ഒരു ചെടിയാകുന്നു. അതിനാൽ തന്നെ ഇതിൻ്റെ അടുത്തായി, അതായത് ശംഖുപുഷ്പത്തിൻ്റെ അടുത്തായി അഴുക്ക് ജലം ഒഴുകി വരുന്നുണ്ട് അഥവാ അഴുക്ക് ജലമുണ്ട് എങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷകരമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്ന കാര്യം ഓർക്കുക. പ്രധാനപ്പെട്ടതായി പറയുവാൻ സാധിക്കുന്നത്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ വളരെയധികം ശ്രദ്ധ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടതാകുന്നു. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, അടുത്തായി ഒരിക്കലും തീയിടരുത് എന്ന കാര്യമാകുന്നു. തീയിടുന്നത് ദോഷകരമാണ്. അത് വലിയ ദോഷമായി തന്നെ ബാധിക്കും. കാരണം ഇപ്രകാരം തീയിടുന്നതിലൂടെ ആ ചെടിക്ക് കേടുപാടുകൾ സംഭവിക്കാം. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന അഥവാ ഈശ്വരാധീനമുള്ള ആ ചെടി ഇപ്രകാരം നിങ്ങൾ നശിപ്പിക്കുന്നത് അതീവ ദോഷകരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ഒരിക്കലും ശരിയായ രീതിയിൽ വന്ന് ചേരണം എന്നില്ല. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വന്ന് ഭവിക്കാം. അതിനാൽ തന്നെ തീർച്ചയായും ആ വീടുകളിൽ വിചാരിച്ച രീതിയിലുള്ള ഉയർച്ച ലഭിക്കണം എന്നില്ല. ആശുപത്രി വാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണങ്ങിയ ചെടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ അടുത്തായി ഒരിക്കലും ഉണങ്ങിയ ചെടി നിൽക്കാൻ പാടുള്ളതല്ല. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാകുന്നു. ഇനി അഥവാ ഇപ്രകാരം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഭാഗ്യാനുഭവങ്ങൾ നഷ്ടപ്പെടാം. ഭാഗ്യം കുറയുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഉണങ്ങിയ ചെടികളുണ്ട് എങ്കിൽ അവ ശംഖുപുഷ്പത്തിൻ്റെ അടുത്തു നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു. പലരും അനാവശ്യമായി ഈ പൂക്കൾ പറിച്ച് യാതൊരുവിധ ഉപയോഗവുമില്ലാതെ നശിപ്പിച്ച് കളയുന്നതാകുന്നു. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ശുഭകരമല്ല. ശംഖുപുഷ്പം പ്രധാനമായും മാല ചാർത്തി ദേവതകൾക്ക് സമർപ്പിക്കുന്നതും അതേപോലെ ശംഖുപുഷ്പം ക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിലും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന വേളകളിലും സമർപ്പിക്കുന്നത്, ദേവതകൾക്ക് സമർപ്പിക്കുന്നത് ശുഭകരമാകുന്നു. അതിനാൽ ഇനി മുതൽ ശംഖുപുഷ്പം വീടുകളിൽ വളരുന്നുണ്ട് അഥവാ ശംഖുപുഷ്പം വിടരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ശിവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം സമർപ്പിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട ശനിദോഷം പൂർണ്ണമായും അകലും എന്ന കാര്യം ഓർക്കുക. ശനിദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതിനും ശനിദേവന്റെയും പരമശിവന്റെയും പ്രീതിയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും സഹായകരം തന്നെയാകുന്നു. ശംഖുപുഷ്പവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.